പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ആൻഡ് ബിസിനസ് അറബിക്കിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അജിബ് അൻ അഷ്റത്തിൻ മിനൽ അസ്ലത്തിൽ ആത്തിയ. താഴെ പറയുന്നവയിൽ നിന്ന് ഏതെങ്കിലും 10 എണ്ണത്തിന് ഉത്തരം നൽകുക. ഒന്നാമത്തത് ഉദുക്കുർ ഇസ്മൻ ആഖറ ലിരിസാലത്തിൻ ഷഖ്സിയ. വ്യക്തിഗത കത്തിന്, അതായത് പേഴ്സണൽ ലെറ്ററിന് പറയുന്ന മറ്റൊരു പേര്. അപ്പോൾ നമുക്ക് റിസാലത്തിൻ ഒയർ റസ്മിയ, എന്താണ് അൺഒഫീഷ്യൽ ലെറ്റർ എന്ന് നമുക്ക് പറയാം. അടുത്ത രണ്ടാമത്തത് ഉദുക്കുർ നുമൂദജൻ ലിൽ ഖാത്തിമത്തി ഫി റിസാലത്തി ഷഖ്സിയ. ഒരു വ്യക്തിഗത കത്തുകളിൽ അവസാനം ഉപയോഗിക്കുന്ന ഒരു ഉപസംഹാരത്തിന് ഖാത്തിമ, അതായത് ക്ലോസിങ്ങിന് ഒരു ഉദാഹരണം എഴുതുക. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് മഅ ഖാലിസിൻ തഹിയാത്തി എന്ന് പറയാം, മഅ തിയബി തമന്നിയാത്ത് എന്ന് പറയാം, സദീഖുക്കൽ മുഖ്ലിസ് എന്ന് പറയാം. ഇതിലേതെങ്കിലും എന്താണ് അവസാനത്തെ ഷഖ്സിയായ റസായിലിൽ വ്യക്തിഗത കത്തുകളിൽ അവസാനം എഴുതുന്ന ഒരു മോഡലായിട്ട് നമുക്ക് പറയാം. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉദുക്കുർ നുമൂദജൻ ലിൽ ഖാത്തിമത്തി ഫി റസായിൽ റസ്മിയ. ഇനി ഒഫീഷ്യൽ ലെറ്ററിൽ അവസാനം ഉപയോഗിക്കുന്നതിനുള്ള ഒരു മോഡൽ പറയുക. മൂന്നാമതായിട്ട് ഉദുക്കുർ നുമൂദജൻ ലിൽ ഖാത്തിമത്തി ഫി റസായിൽ റസ്മിയ. ഔദ്യോഗിക കത്തുകളിൽ അവസാനം ഉപയോഗിക്കുന്ന ഒരു ഉപസംഹാരത്തിന് ക്ലോസിങ്ങിന് ഒരു ഉദാഹരണം എഴുതുക എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ വതഫല്ലലു ബിഖബൂലി ഫായിഖിൽ ഇഹ്തിറാം വതഖ്ദീർ എന്ന് വേണമെങ്കിൽ പറയാം. വതഫല്ലലു ബിഖബൂലി ഫായിഖിൽ ഇഹ്തിറാം വതഖ്ദീർ. അടുത്തത് ഉക്തുബുൽ അൽഖാബൽ മുഅയ്യനത ലിശഖ്സിയാത്തിൻ താലിയ. ശേഷം വരുന്ന വ്യക്തികളിൽ നിന്ന് നിജമായ ലഖബ് അലമുകൾ, സ്ഥാനപ്പേരുകൾ എഴുതുക എന്നാണ്. ഒന്നാമത്തെ റജുലുദ്ദീൻ, മതപുരോഹിതൻ. അതിന് നമുക്ക് ഫളീലത്ത് സമാഹത്തു ഷെയ്ഖ് എന്ന് പറയാം, സാഹിബ് സമാഹ എന്ന് പറയാം, സമാഹത്തു ഷെയ്ഖ് എന്ന് പറയാം, സാഹിബ് സമാഹ എന്ന് പറയാം. അടുത്ത അഞ്ചാമത്തത് അൽ അമീർ, രാജകുമാരന് സുമുവുൽ അമീർ, സാഹിബ് സുമു എന്ന് പറയാം. അടുത്തത് ആറാമത്തത് അൽ ഖാളി, ജഡ്ജിന് ഹളറത്തുൽ ഖാളി എന്ന് പറയാം, സഅദത്തുൽ ഖാളി എന്ന് പറയാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ റഈസുൽ ജംഹൂരിയ. റഊസുൽ ജംഹൂരിയയ്ക്ക് നമുക്ക് ഫഖാമത്തുൽ റഈസ്, സാഹിബുൽ ഫഖാമ, 2 ലഖബുകൾ പറയാമെന്നാണ് ജംഹൂരിയക്ക്. റഈസുൽ ജംഹൂരിയയ്ക്ക് നമുക്ക് ഫഖാമത്തുൽ റഈസ്, അതേപോലെ സാഹിബുൽ ഫഖാമ. റഈസുൽ ജംഹൂരിയ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിക്ക് പറയുന്ന ലഖബലമാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഫഖാമ എന്ന് പറയാം, ഫഖാമത്തുൽ റഈസ്, സാഹിബുൽ ഫഖാമ. അടുത്തത് ഉക്തുബ് മുഖാബിലത്തിൽ അറബിയത്തിൽ കലിമാത്തിൽ ആത്തിയ. ശേഷം വന്ന അറബി കലിമകൾക്ക് തുല്യമായ പദങ്ങൾ എഴുതാനാണ്. സോഴ്സ്, ഉറവിടം, അടിസ്ഥാനം എന്നതിന്, അതിന് നമുക്ക് അൽ മസ്ദർ എന്ന് പറയാം. അറബിയിൽ മസ്ദർ എന്ന് പറയും. അൽ മസാദീർ ഉറവിടങ്ങൾ, അൽ മസ്ദർ ഉറവിടം. അടുത്ത 9ാമത്തത് അംബാസഡറിന് നമുക്ക് എന്താ ചെയ്യാം, സഫീർ എന്ന് പറയാം, ദൂതൻ. പിന്നെ 10ാമത്തത് അക്കൗണ്ടിന് നമുക്ക് കണക്ക്, അതിന് നമുക്ക് അൽ ഹിസാബ് എന്ന് പറയാം. അടുത്ത 11ാമത്തെ ചോദ്യം ഇൻവിറ്റേഷൻ കാർഡ്. അതിന് നമുക്ക് ബിതാഖത്തു ദഅവ, ക്ഷണക്കത്ത്. അതിന് നമുക്ക് ബിതാഖത്തു ദഅവ എന്നാണ് 11ാമത്തെ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ അറബി പദം. അടുത്തത് ഉക്തുബ് മുഖാബിലൽ ഇൻജിലീസിയ ലിൽ കലിമാത്തിൽ ആത്തിയ. ശേഷം വന്ന ഇംഗ്ലീഷ് കലിമത്തുകൾക്ക് തുല്യമായ
അല്ല, ശേഷം വന്ന അറബി കലിമത്തുകൾക്ക് തുല്യമായ ഇംഗ്ലീഷ് കലിമത്തുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 12ാമത്തത് അത്തഹിയാത്ത്. നമുക്കറിയാം അത് ഗ്രീറ്റിങ്സ്. അത്തഹിയ നമുക്കറിയാം ഗ്രീറ്റിങ്സ്. അടുത്തത് അസയ്യിദ. സയ്യിദക്ക് മിസ്സിസ് മേഡം എന്ന് നമുക്കറിയാം. സയ്യിദക്ക് മിസ്സിസ് മേഡം എന്ന് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് 14ാമത്തത് അൽ-ലിയാഫ. അടുത്ത അൽ-ലിയാഫ ആതിഥ്യ മര്യാദ. അതിന് നമുക്ക് ഹോസ്പിറ്റാലിറ്റി എന്ന് കൊടുക്കാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ആൻസർ വാട്സപ്പ് ചാനലിൽ വരുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.